എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഓള വക ഒരു ഹലോ ഗേസ് ഇല്ലാതെ എങ്ങനെയല്ലേ ഇത് ആരംഭം തുടങ്ങും. അങ്ങനെ ഞങ്ങൾ നാടുകാണി ചുരം കയറാൻ വേണ്ടി പോവാണ്. ലോങ് ട്രിപ്പ്, എവിടെ വരെ പോവും അവിടെ വരെ പോവാ, എന്നിട്ട് തിരിച്ചു പോരും. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് ഓളൊന്നും മൈൻഡ് ആക്കണ്ടേ. ഏതായാലും വലിയൊരു സുഖം എന്താന്ന് വെച്ചാൽ ഇവിടെ ഐഷു ഇറങ്ങിയിട്ടുണ്ട്. ഐഷുവിനെ ബൈക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. ചാടി കളിക്കും, ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കും. മുകളിലെത്തോളം ഓൾ ഉറങ്ങിക്കോട്ടെ എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ കണ്ണട അത്യാവശ്യം ബോറാണെന്ന് പറഞ്ഞാൽ ഞാനത് വേഗം ഊരി വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഒരു റീലൊക്കെ എടുത്തു. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു റീലൊക്കെ എടുത്താലല്ലേ അത് എന്നും ഓർക്കാണ്ടാവുള്ളൂ. ഈ വീഡിയോ ഒക്കെ എടുക്കണോണ്ടാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ എപ്പോഴും കുറ്റപ്പെടുത്തലേ ഉള്ളൂ. ഇന്നെ എവിടേക്കും കൊണ്ടുപോകലില്ലല്ലോ. ഇതിപ്പോ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി കിടക്കണോണ്ട് അങ്ങനെ പറയാൻ ഒക്കൂല. അങ്ങനെ ഒരു പരാതി ഞാൻ പറയാൻ നിൽക്കുമ്പോൾ തന്നെ മൂപ്പര് ഫോണത്തെ ഫോട്ടോ വീഡിയോസൊക്കെ ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു തരലാണ് കേട്ടോ. എന്നിട്ട് പറയും മിണ്ടാതിരി തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്, എന്നിട്ട് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയില്ലാന്നായി. പിന്നെ എന്താ നാടുകാണിത്തെ സ്ഥിരം ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഇവരെ കാണാതെ ആയാലും ഒരു പൂർണ്ണത കിട്ടൂല കേട്ടോ. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഇവരെ കാണാതെ പോന്നിട്ട് കുരങ്ങൻ എവിടെയാണല്ലേ, കുരങ്ങൻ എന്താ വരാത്തല്ലേ, ഒക്കെ കുരങ്ങന്മാരെ കുറിച്ചുള്ള ഡിസ്കഷൻ. ആകെയൊരു സങ്കടം ഐഷൂട്ടി ഇതൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളതാണ്. ഓർമ്മനോട് നല്ല സുഖമുണ്ട്, എന്നാലും ഇവള് ഈ കാഴ്ചയൊക്കെ കാണുമ്പോഴുള്ള എക്സ്പ്രഷനൊക്കെ കാണുമ്പോഴല്ല നമുക്കൊരു ഹാപ്പി. പിന്നെ എന്താ സ്ഥിരമായിട്ട് ഒരു ചായ കുടിക്കാൻ കേരളം മസ്റ്റ്. അങ്ങനെ ഞങ്ങളൊരു ബേക്കറി കടയിലാണ് കേട്ടോ കയറി. ചായയും എണ്ണക്കടിയും മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇവരൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഓൽക്ക് വേണ്ടി സാധനങ്ങളും വാങ്ങണ്ടേ. ഇവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം, പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. മമ്മ കെട്ടുന്ന പോലെ തന്നെ വേണമെന്ന് പറഞ്ഞ ഇപ്പോഴുള്ള ഹെയർ സ്റ്റൈൽ അതുകൊണ്ട് വലിയ കഷ്ടമാണ്. ഒരുക്കി കൊണ്ടെടുക്കാനൊന്നും പറ്റില്ല. ഓളെ മനസ്സിലുള്ള പോലെ തന്നെ നമ്മൾ കെട്ടി കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. കുട്ടികൾ കാണുന്നതിന് മുന്നേ ഞാൻ കണ്ടെത്തിയത് ഇതൊക്കെയാണ്. പറഞ്ഞിട്ടാണെങ്കിലും വാങ്ങി തന്നില്ല. ഇതൊന്നും ഒറിജിനൽ ചോക്ലേറ്റ് അല്ല, വെറും ഷുഗർ കുത്തി കളിക്കിയതാന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പറഞ്ഞത് ശരിയാണെങ്കിലും ഇങ്ങനെ എവിടേക്കെങ്കിലും ടൂർ പോകുമ്പോൾ അങ്ങനെ ഒരു ബോക്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സുഖക്കേടാണ്. ആക്ച്വലി എല്ലാം അറിയാം, എന്നാലും അറിയാത്ത പോലെ അതൊന്നും വാങ്ങാൻ ഏതായാലും വാങ്ങിയില്ല, അത്ര തന്നെ. പിന്നെ തിരിച്ചു പോകുന്ന വഴിയിൽ മൂപ്പർക്കുള്ള പണി എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പോയപ്പോൾ കുറെ ചെടികൾ സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ചെടിയൊക്കെ വീട്ടിലേക്ക് കൈക്കലാക്കണം എന്നുള്ള ഒറ്റ മൈൻഡിലാണ് മൂപ്പർ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ തമിഴ്നാട് വരെ പോയി തിരിച്ചു വരികയാണ് ഞങ്ങള്. കുറച്ച് ഊട്ടി പറക്കി വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ KSRTC ഒരു ഊട്ടി പോണല്ലേ നമുക്ക് ഫാമിലി ആയിട്ട്. ആലോചിക്കാം, ഓക്കെ. നമ്മളെ ആലോചിക്കാന്ന് പറയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയട്ടെ. ഊട്ടിയിലേക്ക് ഒരു KSRTC മൂപ്പരെ പണി തുടങ്ങി. അങ്ങനെ ഞങ്ങളവിടെ ഇറക്കിയിട്ട് കണ്ട് മൂപ്പരതാ പോണ്. കുറച്ചങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. അപ്പത്തേന് വാപ്പ ഞങ്ങളെ വഴിയോരത്താക്കി എവിടേക്കോ പോയി. എവിടേക്ക് വാപ്പ പോയത്? ചെടിപ്രേമിയാണ്. അപ്പൊ ചെടി പറിക്കാൻ പോയിക്കണം. എവിടെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ലോറി കുത്താതെ വെക്കട്ടെ. എന്റെ നേരെ ബാക്ക് സൈഡിലതാ സൂം ചെയ്താൽ അവിടെ ഒരാളെ കാണാം. ചെടി പറിക്കുകയാണല്ലോ. എന്നാലും ഇത് ഞങ്ങളെയും കൊണ്ടുവരുമ്പോ വേണ്ടില്ല. ഇനി കുറെ നേരമായി കിട്ടണില്ല തോന്നുന്നു. ഇതിലേറെ സൂം ആക്കാൻ കഴിയണില്ല. ഞങ്ങൾ നിർത്തിപ്പോയതിന്റെ സ്ഥലത്തിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. കുട്ടികളെ ഇവിടെ വഴിയോർത്തിട്ടാണ് ഞങ്ങള്. ഇങ്ങനെ ചോദിച്ചിട്ടാണ് ചെറുത്. പിന്നെ ഇവിടെ വേസ്റ്റ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അതിനൊരു കവർ എടുക്കാം. കേട്ടോ. അതാ നമ്മളെ നാട് കാണിയത്തെ അവസ്ഥ. ഇവിടൊക്കെ ഇറങ്ങി നിൽക്കാൻ തോന്നും ആർക്കെങ്കിലും. വേണ്ടേ പുതിയതാ? വേണ്ട, എനിക്കിത് വെറൈറ്റി ആയിട്ട് തോന്നി. എനിക്ക് തോന്നിയിട്ടില്ല. വേസ്റ്റ് നോക്കണം. വേസ്റ്റ് കവർ ഇട്ടിട്ട് വേണം ഞാൻ അതിൽ ചെടിയാക്കാൻ നോക്കുന്നത്. എന്തൊരു മനുഷ്യനാണ്. ഇനി അതവിടെ വെച്ച് പോണതാവോ? വേസ്റ്റിന്റെ സാധനങ്ങള് വാണ്ടിയൊക്കെ നോക്കിയെടുക്കണത്. കിട്ടിയോ? എന്റെ ഹെൽമെറ്റ്. എനിക്ക് ഹെൽമെറ്റ് ഇട്ടുണ്ട്. പിന്നെ ഇതുവരെ ഉറങ്ങായിരുന്നു, ഇപ്പം നീച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വാട്ടമുള്ള മുഖത്ത് കാണാനുണ്ട്. ഐഷു അംഗൻവാടിയിലല്ലേ പോണ്ടേ?
അകമ്മാർക്ക് പോകും. അകമ്മാർക്കുണ്ടാ സ്കൂൾ കാലത്തേക്ക് പിന്നെ 2ാമത്തെ ദിവസം തന്നെ വലവടി കട്ടാക്കിയാണ്ട് ഇതാകുന്ന ചാച്ചാ ചാച്ചാ ഐഷു ടാറ്റ എടുത്താ. അങ്ങോട്ട് പോകണം. ഓളിതിൻ്റെ ഇടക്ക് പുതിയ ജീവികളൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. അതിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയാതെ ഒരു വിധത്തിലാണ് ഓൾ ഇരിക്കുന്നത്. കണ്ട പൂതി മാറിയിട്ടില്ലോ. പോയില്ലേ എന്റെ ബാഗിക്ക് ഒറ്റ ചാട്ടാണ്. ഇവിടെ വള്ളിച്ചെടി എന്നൊക്കെ പറഞ്ഞിട്ട് ചെടി നോക്കാം. ഇറങ്ങിയപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ എഴഞ്ഞ് പോകാം. ഇടക്കിടക്ക് റോട്ടിൽ നിർത്തുന്ന ഇയാൾ എന്ത് ചെയ്യണം? ആ കുട്ടിയെ കാട്ടല്ലേ. അങ്ങോട്ട് അടിക്കുക. എന്തോ കാട്ടിലെന്തോ ചെടി തന്നെയാണോ ചേമ്പാണോ പോണ പോക്കണ്ടാത്തൊന്നും. അരിയൊക്കെ നിൽക്കട്ടോ വണ്ടി വരെ. വാപ്പയുടെ നീ വണ്ടി വരുന്നുണ്ട്. കൊള്ളാം. പോയ ആളെ തിരികെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത യാത്ര തുടങ്ങും. ഏതായാലും ഞങ്ങൾ ഒരു ബിരിയാണി ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ബിരിയാണി കഴിക്കാൻ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ലാവശ്യമായി നല്ല വറുക്കി വാങ്ങിയതൊക്കെ ഇപ്പം തിന്നു. ഇത്ര അർജൻറ്റ് ഇവൾക്ക് ഫുഡിന് ഇത്രക്ക് വിശപ്പുണ്ടെന്ന് അറിയില്ല. ഇനി ചപ്പാത്തി കൊട്ടോ. അടിപൊളി ബിരിയാണി ഇവിടെ എത്തിയപ്പോൾ ഒരാൾക്ക് ഒരു ചപ്പാത്തി മതി എന്നാണ് പറയുന്നത്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ പൊറാട്ട ആണെന്നാണ് കേട്ടോ അർത്ഥം. എന്തായാലും കാത്തിരുന്ന ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയാണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. വീട്ടിലേക്കുള്ള ചിക്കനും കൂടി വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.